നമ്മൾ മലയാളികൾ കഴിക്കേണ്ട ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നറിയാം? രാവിലെ ഈ ആവിയിൽ വേവിച്ചിട്ടുള്ള പുട്ട്, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ ഈ തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഇതിന്റെ ഒപ്പം കടലക്കറി, ചെറുപയർ കറി തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൂടെ കഴിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പ്രോട്ടീൻ, ഫൈബർ, കാർബ് ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാണ് ലഭിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കേണ്ടത് ചോറ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ കൂടുതലായിട്ട് കറികള്, ഇലക്കറികള്, ഉപ്പേരികള് തുടങ്ങിയവ കൂട്ടാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ചോറും കൂടുതൽ സൈഡ് കറികളും ഉപ്പേരികളും കൂട്ടുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഫിഷ് കൂട്ടാവുന്നതാണ്. ഫിഷ്, മത്തി, അയില തുടങ്ങിയത് നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുട്ടയുടെ വിഭവങ്ങളായിട്ടുള്ള ഓംലെറ്റ്, പുഴുങ്ങിയത്, മുട്ടക്കറി തുടങ്ങിയവ കൂട്ടുന്നത് നിങ്ങൾക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം കൂട്ടാം. നല്ല പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നേന്ത്രപ്പഴം. രാത്രി നിങ്ങൾ പരമാവധി അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നിരുന്നാലും തീരെ പറ്റില്ല എന്നുള്ളവര് കുറച്ച് അരി, ചോറ് അല്ലെങ്കിൽ കഞ്ഞി എടുത്തിട്ട് അതിനൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നന്നാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ചപ്പാത്തി, അതിന്റെ ഒപ്പം ഫിഷ് കറി അല്ലെങ്കിൽ മുട്ടക്കറി കഴിക്കുന്നതും നന്നായിട്ടുള്ള ഒരു കാര്യമാണ്.